ആ നമ്പർ പാലക്കാട് പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം നടക്കുന്നു. പാലക്കാടാണ് പാലക്കാട് MLA, പാലക്കാട് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുൽ മാങ്കുട്ടത്തെ എങ്ങനെയാണ് ജനം തള്ളിക്കളയുന്നതാണ് അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന. ഒരുപക്ഷെ BJP ആകാം, അല്ലെങ്കിൽ CPM ആകാം. രാഹുൽ മാങ്കുട്ടത്തിനെ ജില്ലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള പ്രതിഷേധങ്ങൾ കണ്ട ഇടമാണ്. അവിടെ ഇപ്പോൾ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം നടക്കുന്നു. തലസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങളും ആ നിലയ്ക്ക് നമ്മൾ കാണുകയുണ്ടായി. പ്രസാദ് തുടരാം. പലയിടത്തും മധുരം വിതരണം ചെയ്യുന്നു. പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. പാലക്കാട് മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരായ വിധിയെ ഇപ്പോൾ DYFI സ്വാഗതം ചെയ്യുന്നത്. നേരത്തെ DYFIയും SFIയും വാണ്ടഡ് കടലാസുമായി ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ ആഘോഷമാണ് കാണുന്നത്. പ്രസാദ് തുടരാം. രാഹുലിന്റെ സഹായി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. രാഹുലിന്റെ കീഴടങ്ങൽ വൈകില്ല, അല്പസമയത്തിനകം അത് സംഭവിക്കുമെന്നല്ലേ കരുതേണ്ടി വരിക? ഉറപ്പായും സ്മൃതി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ്, ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഡ്രൈവർ പിടിയിലാകുന്നു, സഹായി പിടിയിലാകുന്നു. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി റിസ്ക് എടുക്കാൻ ഒരു പ്രാദേശിക നേതാക്കളും തയ്യാറാകില്ല എന്നുള്ളതാണ്. കാരണം പാർട്ടി പൂർണ്ണമായി തള്ളിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ആര് പിന്തുണ കൊടുക്കും എന്നുള്ളതാണ് ഉറപ്പായും ഇനി മുന്നോട്ട് നയിക്കുന്ന വികാരം. അതിനടിസ്ഥാനമാക്കി എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘം മുന്നാകെയോ സംസ്ഥാനത്തുള്ള ഏതെങ്കിലും കോടതി മുമ്പാകെയോ ഹാജരാകാനുള്ള സാധ്യതയാണ് സ്മൃതി കാണുന്നത്. കാരണം ഇനിയും മുന്നോട്ട് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല. ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിപ്പിച്ചു നിർത്താൻ ആരും തയ്യാറാകില്ല എന്നുള്ളതാണ്. കർണാടക കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രാഹുൽ ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് രാഹുലിന് സഹായം കിട്ടിയിരുന്നുവെങ്കിൽ ഇനി അത് ഉണ്ടാകില്ല എന്നതുകൂടിയാണ് ഒരുപക്ഷെ ഈ പറയുന്ന കീഴടങ്ങലിലേക്ക് നീങ്ങാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഫോണും സിമ്മും രാഹുലിന്റെ കൂടെ തന്നെയാണെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം എന്നെ എടുത്തോട്ടെ എന്നതാണോ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കുന്നത്? അതല്ല, ഏതെങ്കിലും കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ വിവരം നമ്മളും കൂടി അറിയേണ്ടതാണ്. ശ്രുതി, ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് സമീപകാലത്തൊന്നുമില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം പോയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ, വെറും 5 ദിവസം മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ള ഈ ഘട്ടത്തിലാണ് ഒരു പാർട്ടിയെ ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇപ്പോൾ കെ മുരളീധരൻ നിലപാട് തുടക്കം മുതൽ